ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എവിടെയോ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. യെസ്, ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ദുവാമിക്ക് ഒരു ഫാഷൻ ഷോ ഉണ്ട്. അപ്പോൾ ഇന്ന് എവിടെയാണെന്ന് വെച്ചാൽ ലുലു ഫാഷൻ വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഇന്ന് ദുവാമി ഷോ സ്റ്റോപ്പറാണ്. പെപ്പർമിൻറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിനെ റെപ്രസെൻ്റ് ചെയ്താണ് ഇന്ന് ദുവാമി വർക്ക് ചെയ്യാൻ പോകുന്നത്. ദുവാമിയുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. വളരെ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നും ഞാൻ മൈക്ക് എടുക്കാൻ മറന്നുപോയി. എല്ലാം എടുത്തിട്ട് വന്ന സമയത്ത് മൈക്ക് എടുക്കാൻ മറന്നുപോയി. പറ്റിയാൽ ഞാൻ എല്ലാം ഓൺ വോയിസ് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ വഴിയേ ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അസർ ജസ്റ്റ് ഷോപ്പിലേക്ക് പോയതാണ്. വരട്ടെ, എന്നിട്ട് ബാക്കി കാണിക്കാം. അത് ഉറക്കാം. ബൈ. ഞങ്ങൾ ഇതുവരെ എത്തിയില്ല, നല്ല ബ്ലോക്ക്. പെട്ടെന്ന് പോ, വർക്കൗട്ടല്ല. ഇനി നിനക്ക് സംസാരിക്കാൻ സമയമില്ല. നന്നായിരുന്നു. ഞങ്ങളവിടെ ഇരുന്നേനെ. പിന്നെ ഭയങ്കര അല്ല, സീരിയസ്ലി താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്. പറയുന്നില്ല, ഗേൾഫ്രണ്ടാ. പറയണ്ട, ഗേളാണ്ട് പിന്നെ പറയുന്നില്ല. ക്യാമറ കട്ട് ചെയ്തിട്ട് ഞാൻ പറയാം. എന്നാണ് എത്ര മണിക്ക് ഇറങ്ങിയതാണെന്നറിയോ? ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ബ്ലോക്ക് ഇല്ലാത്ത വഴി കൂടെ വന്നപ്പോ അവിടെ അതിനേക്കാളും ഇത്രയും സമയം എന്താ ബ്ലോക്ക് എടുക്കാതിരുന്നത്? ദുവാമി നല്ല ഉറക്കം. അതുകൊണ്ട് സ്റ്റിൽ ഉറക്കമാണ്. ദുവാമിക്ക് ഇനി കോസ്റ്റ്യൂം അവിടെ ചെന്ന് ചേഞ്ച് ചെയ്യണം, മേക്കപ്പ് ചെയ്യണം. നീ വർക്കൗട്ട് ചെയ്യാൻ പോയിട്ട് ഞാൻ പറയാം. എന്നിട്ട് ഞാനൊരു ട്രാൻസിഷൻ വീഡിയോ ഇടുന്നതായിരിക്കും. വർക്കൗട്ട് ചെയ്യാൻ പോയിട്ട് പോയില്ലല്ലോ പിന്നെ. And this is my outfit of the day. ഞങ്ങൾ വന്നു, റെഡി ആവുന്നു. അയ്യോ, ആദു ബാ ആയോ. അത് ഇങ്ങനെ പരതി നടപ്പുണ്ട്. ദുവാമ എവിടെ? നമ്മുടെ കോസ്റ്റ്യൂം കാണിച്ചേ. യെസ്, ഇതാണ് ദുവാമയുടെ കോസ്റ്റ്യൂം. ഇതിനകത്ത് ഇനി ഒരു ബെൽറ്റും കൂടി വരുന്നുണ്ട്. And this is from Peppermint. Yeah, ഇനി മേക്കപ്പ് ചെയ്യണം. വാവ ഡ്രസ്സിലൊക്കെ ആവൂടാ. അല്ല എന്നാലോ ഡോമിക്ക് റെഡി ആവണ്ടേ? ഫുഡ് കഴിക്കണ്ടേ? ഒന്നും കഴിച്ചില്ലല്ലോ. വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഡേ ആട്ടോ ഇത്. ഇതിപ്പോൾ നമ്മളുള്ളത് ഗ്രാൻഡ് ഹയാത്തിലാണ്, ട്രിവാൻഡ്രത്തുള്ള. ആദൂന് വന്ന പാടെ ഞാൻ ഇത്തിരി കഞ്ഞിയൊക്കെ ആക്കിയിട്ടാണ് വന്നത്. അവൻ ആ ഒരു ബോട്ടിലാകുമ്പോൾ അവൻ തന്നെ സിപ്പ് ചെയ്ത് നടന്നോളും. പിന്നെ ദുവാമിക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ അങ്ങ് ഷോ ഓഫ് ആയിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് റൂമിലെ പരിപാടി. ഫുഡ് വന്നു. ഞാനും അസറും കോൾ കോഫി പറഞ്ഞു. ദുവാമയ്ക്ക് ബർഗർ ഉണ്ട്, ചിക്കൻ 65 ഉണ്ട്, അപ്പമുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ആദു ഫ്രഞ്ച് ഫ്രൈസ്. ആദു ഫ്രൈസ്. അത് കഞ്ഞിയായിട്ട് നടക്കുക. എന്തൊരു കഞ്ഞി മതി. നമുക്ക് കഴിക്കാം. ഇതാണോടാ പോസ്? എടാ ഇതാണോടാ പോസ്? ഒന്ന് എണീറ്റ് പോസ് ചെയ്യടാ. നോക്കട്ടെടാ ഞാൻ നിന്റെ ഡ്രസ്സ്. അവന്റെ ഷോ അതിനേക്കാള്. ഒന്ന് എണീക്കടാ എന്റെ പൊന്നല്ലേടാ, ഒന്ന് എണീക്കടാ. ഞാൻ ഒന്ന് വീഡിയോ എടുത്തോട്ടടാ. ഈ സുന്ദരിയാണോ ഒന്ന് നോക്കട്ടെടാ. പൊന്നേ എണീക്കൂ.
ഇങ്ങനെ ഞങ്ങൾ റൂമിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂവാതെ ആരാണ് കൂവുന്നത്? ഞങ്ങൾ അങ്ങനെ എല്ലാം സെറ്റായിട്ടിരിക്കുന്നു. ദുവാമയെ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുപോയേക്കുക. അവളങ്ങോട്ട് താഴേക്ക് പോയേക്കാം. അപ്പം ഞാൻ അസറിനെ വിളിക്കാനായിട്ട് വന്നതാ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സമാധാനമായി. എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാവും ചിലപ്പം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ. കാരണം മൈക്ക് എടുത്തില്ല. ഈ കുറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു. കുറുക്കൻ ഇങ്ങനെ നടക്കുകയാണ്. ദേ വരുന്നു കണ്ട, കൂവി കൂവി നടക്കുക. ഇവനെ കാരണേ അവനോടൊന്ന് മിണ്ടായിരിക്കാൻ പറയും. ഞാൻ മനസ്സിലായ വ്ളോഗ് എടുക്കാൻ സമ്മതിക്കാത്തന്നെ, വ്ളോഗ് എടുക്കാൻ പറ്റാത്തന്നെ മെയിൻ കാരണം മനസ്സിലായ? ഈ കുറുക്കനും കൂടി കൂവിയാ പിന്നെ ഒരു രക്ഷയില്ല. അസറും സെറ്റായി. നമുക്ക് താഴേക്ക് പോവാം. അച്ചു കാർഡ് എടുത്തോ, റൂമിന്റെ കാർഡ് എടുത്തോ. അവൻ ചൂസേ. യെസ്, we are all set. ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. അതും വരൂ, ഇങ്ങ വാ. കണ്ടു എവിടെ നോക്കിയാലും കിട്ടും. ഇപ്പൊ നന്നായിട്ടല്ലേ മേക്കപ്പ് ചെയ്തേക്കുന്നത്? ഞാൻ പെർഫെക്റ്റ് ആയിട്ടാ ചെയ്തിട്ടില്ലേ. ഇഷ്ടായി, നല്ല ഭംഗി. യെസ്, നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ലുലു മോൾ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 7 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല റഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ വന്നപ്പോഴേ കോസ്റ്റ കോഫിയിലിരുന്ന് കുറച്ച് നേരം ഒന്ന് ചില്ല് ചെയ്തിട്ടൊക്കെയാണ് പോയത്. നമ്മുടെ ഷോ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ദുവാമയുടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രീൻ റൂം എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ബാക്ക് സ്റ്റേജിൽ മോഡൽസ് എല്ലാം ഒന്ന് ലാസ്റ്റ് മിനിറ്റ് ടച്ചപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യാണ്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ദുവാമയുടെ ഫസ്റ്റ് റാം വാക്കാണ്, അത് കാണാനായിട്ട്. അവളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നാൽ കുറച്ച് ടെൻഷനും ഉണ്ട്. സ്റ്റേജ് എങ്ങനെയാണ് വാക്ക് ചെയ്യേണ്ടതെന്ന് സത്യത്തിൽ ആക്ച്വലി ആൾക്കൊരു പിടിയും ഇല്ല. പക്ഷേ എന്നാലും ഞാൻ ട്രൈ ചെയ്യുക ഉമ്മീന്നും പറഞ്ഞിട്ട് ചാടി കയറിയതാണ് കേട്ടോ. നേരത്തെ ആക്സസറീസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ബാക്ക് സ്റ്റേജ് വന്ന് ആക്സസറീസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വീഡിയോ കാണാം. Collection by Peppermint. We have a gorgeous Kundi princess coming up. Ladies and gentlemen, put your hands together for Dua Marie. ഈ ചേട്ടന്മാർക്ക് ചേച്ചിമാർക്കൊക്കെ സുഖാണോ ചോദിക്കണ്ടേ? നമുക്ക് ചോദിച്ചോ? എങ്ങനെ ചോദിക്കാം? സുഖാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സുഖാണോ? നിങ്ങക്ക് സുഖമൊന്നുമില്ലേ? സുഖാണെങ്കിൽ സുഖാണെന്ന് പറഞ്ഞേ. ഒന്നുകൂടി ചോദിച്ചോ. നമുക്ക് നോക്കാം. അതെ, എല്ലാവർക്കും സുഖാണെന്ന്. ആൻഡ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കുട്ടികൾ ഭയങ്കര ഇന്നസെന്റ് ആണെന്ന് പറയും. നമ്മുടെ ഈ ഷോ സ്റ്റോപ്പർ ആയിരുന്നു ഫോർ ദ ബ്രാൻഡ് ഓഫ് പെപ്പർമെന്റ്. ആൻഡ് ദൂക്കുട്ടി ഇവിടെ വാക്കൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ഫുള്ള് നമ്മുടെ കുട്ടി മോഡൽസ് ഉണ്ട്. എങ്ങനെയുണ്ട് ഈ ഡ്രസ്? ഇഷ്ടപ്പെട്ടോ പെപ്പർമെന്റിന്റെ? ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഭയങ്കര എന്തോരം ഉണ്ട്? ഭയങ്കര എന്ന് പറഞ്ഞ ഭയങ്കരം എന്തോരം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഷൂസും ഡ്രസ്സുമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതല്ലാണ്ട് വേറെ എന്തോ ഉള്ളത്? Okay, so anyway, നമുക്ക് എല്ലാവർക്കും ഒരു നല്ല കൈയടി വരുന്നല്ലോ ഒരിക്കൽ കൂടി ദുവക്കുട്ടിക്ക്. ആൻഡ് ദുവക്കുട്ടി, നമുക്ക് ഈ ഡ്രസ് ഇഷ്ടമായി എന്ന് പറഞ്ഞില്ലേ?
അപ്പൊ ഈ ഡ്രസ് ഡിസൈൻ ചെയ്ത ടീമിന് നമ്മുടെ ബ്രാൻഡിന് അവർക്ക് ഒരു അവാർഡ് കൊടുത്താലോ? നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ എന്തായാലും ഒരു നല്ല കയ്യടി കൂടി കൊടുക്കാം. ആൻഡ് നമുക്ക് ഒരിക്കൽ കൂടി ഒരു റാമ്പ് വോക്ക് കാണണം. ധൂക്കുട്ടി മാത്രം, ബാക്കി നമ്മുടെ കുട്ടി മോഡൽസ് ഒക്കെ പോയി, ഇനി ധൂക്കുട്ടി മാത്രമേ ഉള്ളൂ. സോ ഒന്ന് അടിച്ചു പൊളിച്ച് റാമ്പിൽ വേണമെങ്കിൽ ഡാൻസ് ഒക്കെ കളിച്ച് വേണമെങ്കിൽ വോക്ക് ചെയ്തിട്ട് പോലെ സെറ്റ് അല്ലേ? സെറ്റ്. സോ ധൂക്കുട്ടി സെറ്റ് ആണ്, പക്ഷെ നമ്മുടെ കയ്യടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. യെസ്, അങ്ങനെ ഷോ കഴിഞ്ഞു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാനും അസുരവും ഒക്കെ ഇത് കാണാനായിട്ട്. ആ ക്രൗഡിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറിയൊക്കെ ആട്ടോ കണ്ടേ. ഇത് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കോസ്റ്റാ കോഫയിൽ വന്നു. ദെൻ അവൾ കുറച്ച് സ്നാക്സും കോഫിയൊക്കെ കുടിക്കാനായിട്ട് വന്നതാണ്. ഈ സമയം നമുക്ക് വണ്ടിയും വരാനുണ്ട്, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ കിടന്ന ആദുവിൻ്റെ കുറച്ച് ഷോ ഓഫ്, പിന്നെ നമ്മളും ഒട്ടും കുറച്ചില്ല, നമ്മളും കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിരുന്നു. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, പെട്ടെന്ന് വന്നൊരു വിളിയാണ് ഞങ്ങൾക്ക് ഈ ലുലു ഫാഷൻ വീക്കിലെ ഈ ഒരു ഷോ സ്റ്റോപ്പറായിട്ട് ദുവാമിക്കുള്ള ഈ ഒരു കോള്. അത് ആദ്യം വിളിച്ചത് റീജൻ ചേട്ടനായിരുന്നു. ദെൻ സാജൻ ചേട്ടൻ കണക്ട് ചെയ്തു. എന്തായാലും അടിപൊളിയായി. അവർക്കൊക്കെ താങ്ക്സ് ആ സമയം ദുവാമിയെ ഓർത്തതിൽ. പിന്നെ അതിനുശേഷം ലുലു എന്ന് അവരെ വിളിച്ച് കണക്ട് ചെയ്തു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അതോടൊപ്പം എനിക്കായിരുന്നു ടെൻഷൻ മൊത്തം, അവൾ എങ്ങനെ ചെയ്യും, അയ്യോ സ്റ്റേജ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ, അവൾക്കത് മനസ്സിലാവുമെന്നൊക്കെ. വെറുതെ ആയിരുന്നു എൻ്റെ ടെൻഷനൊക്കെ. അവൾ സൂപ്പറായിട്ട് ചെയ്തു. ഞങ്ങൾ ഷോ കഴിഞ്ഞെത്തി, ഞങ്ങളുടെ റൂമിലേക്ക് പോണു. ഞങ്ങളങ്ങനെ ഇന്നത്തെ റാംബോക്കൊക്കെ കഴിഞ്ഞ് റൂമെത്തി, ഫ്രഷപ്പായി. എവിടെ പോന്നേ? പൊക്കോ, നീ പൊക്കോ. ദുവാമി കുളിയും കഴിഞ്ഞു. ഞങ്ങൾ ഇനിയും തിരിച്ച് ബാക്ക് ടു ഹോം. ഞങ്ങളിതേ പോകാനിറങ്ങി. എവിടെ എൻ്റെ ഫുൾ ഫാമിലി എവിടെ? ഇവിടെ വരൂ, പുറത്ത് വരൂ. നല്ല ലൈറ്റഡ്. എവിടെ? ഇന്നത്തെ പ്രോഗ്രാം അടിച്ചു പൊളിച്ചു ഞങ്ങൾ. ഇനി ലിഫ്റ്റ് കയറട്ടെ, ലിഫ്റ്റ് കയറട്ടെ. ഓ മൈ ഗോഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഞങ്ങളുടെ ഇവൻറ്റ്സിൻ്റെ ഇത് കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്നായിട്ട് പെർഫോം ചെയ്തു ദുവാമി. Thank you. വെരി ഗുഡ്. അപ്പോൾ ഓക്കെ, ബൈ. Bye bye. Good I love night. you guys. അയ്യോ പറ്റിച്ചേ. പോയി That's